കന്യാസ്ത്രീകളെ ന്യായീകരിച്ചാൽ സംഘപരിവാറും എതിർത്താൽ സഭാ നേതൃത്വവും ഇടയുമെന്ന ആശങ്കയിൽ കടലിനും ചെകുത്താനും ഇടയിൽപ്പെട്ട അവസ്ഥയാണ് കേന്ദ്രമന്ത്രിക്ക്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായതിനെ തുടർന്ന് രൂപപ്പെട്ട വിവാദത്തിൽ ഇടിഞ്ഞത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ രാഷ്ട്രീയ ഗ്രാഫാണ്. ക്രൈസ്തവ മത പുരോഹിതരുമായി BJPയെ ചേർത്ത് നിർത്തിയ പാലമെന്ന നിലയിൽ പ്രവർത്തിച്ച അദ്ദേഹത്തിന് അറസ്റ്റുമായി ബന്ധപ്പെട്ട തുടർ നിയമ നടപടികളിലും രാഷ്ട്രീയ വിവാദത്തിലും ഫലപ്രദമായി ഇടപെടാൻ സാധിച്ചില്ലെന്ന് സഭയും BJP കേന്ദ്ര നേതൃത്വവും ഒരേപോലെ വിലയിരുത്തുന്നു. ഇതോടെ പാർലമെന്ററി മേഖലയിലെ അദ്ദേഹത്തിന്റെ ഭാവി അനിശ്ചിതത്വമായി. കന്യാസ്ത്രീകളെ ന്യായീകരിച്ചാൽ സംഘപരിവാറും എതിർത്താൽ സഭാ നേതൃത്വവും ഇടയുമെന്ന ആശങ്കയിൽ കടലിനും ചെകുത്താനും ഇടയിൽപ്പെട്ട അവസ്ഥയിലാണ് കേന്ദ്രമന്ത്രി ഇപ്പോൾ ഉള്ളത്. കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമകാര്യ സഹമന്ത്രി കൂടിയാണ് ജോർജ് കുര്യൻ. അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ വീട്ടിൽ സന്ദർശനം നടത്താനോ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനോ മന്ത്രി തയ്യാറാകാത്തതിൽ സഭാ നേതൃത്വം കടുത്ത അമർഷത്തിലാണ്. ന്യൂഡൽഹിയിലെ തന്റെ വസതിയിൽ സഭാ മേലധ്യക്ഷരെ പങ്കെടുപ്പിച്ച് ജോർജ് കുര്യൻ നടത്തിയ ക്രിസ്മസ് വിരുന്നിന് മുഖ്യാതിഥിയായി എത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. വിഴിഞ്ഞം വഖഫ് വിഷയത്തിലും മതപുരോഹിതർക്കൊപ്പം അദ്ദേഹം നിന്നു. എന്നാൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ തുടർന്ന് രൂപപ്പെട്ട രാഷ്ട്രീയ വിവാദത്തിൽ കാലിടറി. ജോർജ് കുര്യൻ ഇടപെട്ടിട്ടും വിഷയം രമ്യതയിൽ പരിഹരിക്കാനായില്ലെന്ന അമർഷം ഇരുവശത്തും കടുത്തിട്ടുണ്ട്. ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായ കേരളത്തിൽ ക്രിസ്ത്യൻ പിന്തുണയോടെ അധികാരത്തിലെത്തുക എന്ന തന്ത്രമാണ് BJP പയറ്റുന്നത്. ഗോവൻ മാതൃകയാണ് ഇക്കാര്യത്തിൽ BJP നേതൃത്വം അവലംബിക്കുന്നത്. ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വിശ്വാസ്യതയാർജിക്കാൻ അൽഫോൺസ് കണ്ണന്താനത്തെ കേന്ദ്രമന്ത്രിയാക്കിയെങ്കിലും പരീക്ഷണം പാളി. ഇതോടെയാണ് ജോർജ് കുര്യന് നറുക്കുവീണത്. ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കിയും അനൂപ് ആന്റണിയെ സംസ്ഥാന സെക്രട്ടറിയാക്കിയും നടത്തിയ പരീക്ഷണമാണ് ഇപ്പോൾ പാളിയിരിക്കുന്നത്. കന്യാസ്ത്രീകളെ ജയിലിൽ നിന്ന് ഇറക്കാൻ ഛത്തീസ്ഗഡിലേക്ക് പോയ അനൂപിന് ഒരു ഇടപെടലും നടത്താനായില്ല. സംസ്ഥാനത്ത് ആളിക്കത്തുന്ന സഭയുടെ രോഷം ശമിപ്പിക്കാൻ ജോർജ് കുര്യനും സാധിച്ചില്ല. ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വിശേഷ ദിവസങ്ങളിൽ കേക്കും സമ്മാനങ്ങളും എത്തിച്ചും ചായ സൽക്കാരം നടത്തിയും വോട്ട് ബാങ്കിലേക്ക് നുഴഞ്ഞു കയറാനുള്ള BJP തന്ത്രം ചെറുരീതിയിലെങ്കിലും ഫലം കണ്ടിരുന്നു. ക്രിസ്ത്യൻ വോട്ടുകൾ മൊത്തത്തിൽ ലഭിച്ചില്ലെങ്കിലും തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിലടക്കം വലിയ സ്വാധീനം ചെലുത്തി. കന്യാസ്ത്രീകളുടെ അറസ്റ്റോടെ ഈ അടുപ്പത്തിനാണ് വിള്ളൽ വീണത്. ക്രിസ്ത്യൻ വിഭാഗവുമായി ഉപാധികളില്ലാതെ അടുക്കാനുള്ള BJPയുടെ നീക്കത്തിനെതിരെ സംഘപരിവാർ സംഘടനകൾ അറസ്റ്റ് വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ രംഗത്ത് വന്നതോടെ പരിവാറിലും വിള്ളൽ വീണിട്ടുണ്ട്. വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ള തീവ്ര ഹൈന്ദവ സംഘടനകൾ RSSന്റെ മൗനാനുവാദത്തോടെ BJP നിലപാടുകൾക്കെതിരെ രംഗത്തെത്തി. ഇതടക്കമുള്ള സാഹചര്യത്തിലാണ് കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രിയായിട്ടും ഫലപ്രദമായ ഇടപെടലിന് ജോർജ് കുര്യൻ തയ്യാറാകാതെ ഒഴിഞ്ഞു മാറുന്നുവെന്നതും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ചൂണ്ടിക്കാട്ടി BJP പക്ഷത്ത് ഇരിപ്പിടം കണ്ടെത്തിയ PC ജോർജും ഷോൺ ജോർജും അടക്കമുള്ള നേതാക്കൾ അറസ്റ്റ് വിവാദ കടമ്പയിൽ തട്ടി വീണ അവസ്ഥയിലാണ്.